യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം. വിശ്വാസത്താൽ മതിൽ വീഴ്ത്തപ്പെടണം എന്ന വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിൻ്റെ പ്രിയമക്കൾ നിമിത്തം ശത്രു ചിലതൊക്കെ വഴിയടച്ച്, വാതിലടച്ച് എത്ര ഉറപ്പാക്കിയാലും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലോ അകത്ത് പ്രവേശിക്കുവാൻ കഴിയാത്തവണ്ണമോ കാവൽ നിർത്തിയാലും ഉറച്ച വിശ്വാസവും വചനം വിളിച്ചു പറയുവാനും കഴിവുള്ള ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ മുൻപിൽ ആ അടച്ചുറപ്പിച്ച വാതിൽ തകർക്കപ്പെട്ട് വീഴുക തന്നെ ചെയ്യും. വിശ്വാസമുള്ളവൻ്റെ മുൻപിൽ എന്നേക്കുമായി ശത്രുവിന് ഒന്നും അടച്ചിടാൻ കഴിയുകയില്ല. വിശ്വാസമുള്ളവൻ ശത്രുവിൻ്റെ തന്ത്രത്തെയും പ്രവൃത്തിയെയും ജയിക്കുക തന്നെ ചെയ്യും. 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് കാണും. പ്രിയരെ, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനും വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്നവനുമാണ്. വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ശത്രുവിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് അവൻ ഒരു നന്മയിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കരുത്, അവനെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളത്. അതിനുവേണ്ടി ശത്രു ചെയ്യുന്നത്, അവൻ നിമിത്തം അവൻ്റെ മുൻപിൽ അവൻ കടക്കേണ്ടതായ, തുടർന്ന് അവകാശമാക്കി എടുക്കേണ്ടതായ ചില നന്മകളുടെ വാതിലോ വഴിയോ അടച്ചുറപ്പാക്കുക എന്നുള്ളതാണ്. എന്നാൽ അവൻ അറിയുന്നില്ല അവൻ ചെയ്യുന്നത് വെറും ഒരു പാഴ്ശ്രമമാണ് എന്നുള്ളത്. വിശ്വാസമുള്ളവൻ്റെ മുൻപിൽ ഒരു വാതിലും എന്നേക്കുമായി അടഞ്ഞു കിടക്കുകയില്ല, ഒരു വഴിയും എന്നേക്കുമായി അടച്ചിടുക ഇല്ല. അത് പറ്റില്ല. കാരണം അവൻ ജയിക്കും. വിശ്വാസമുള്ളവൻ വിജയിക്കും. വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവപദ്ധതി പ്രകാരം മരുഭൂമിയിൽ കൂടി നടത്തപ്പെടുന്ന ദൈവജനത്തിന് മുൻപാകെ യെരിഹോ പട്ടണത്തിന്റെ വാതിലടച്ച് ശത്രു അടച്ചുറപ്പാക്കിയിരുന്നു എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ ദൈവശബ്ദം കേട്ട് അതിനനുസരിച്ച് പട്ടണത്തെ പിടിച്ചടക്കുവാൻ ഇറങ്ങിയ ദൈവജനം വിശ്വാസത്താൽ ദൈവശബ്ദത്തെ അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ, വിശ്വാസത്താൽ ആ യെരിഹോ മതിൽ വീഴ്ത്തപ്പെട്ടു. പട്ടണത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനുള്ള വാതിൽ തുറക്കപ്പെട്ടു. വിശ്വാസി, നീ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെങ്കിൽ നീ പുറത്തിറക്കപ്പെടാതെ ശത്രു നിന്റെ മുൻപിൽ അടച്ചിരിക്കുന്ന വാതിൽ നിന്റെ മുൻപാകെ വിശ്വാസത്താൽ തന്നെ തുറക്കപ്പെടും. നീ അധൈര്യപ്പെടണ്ട, നിന്റെ മുൻപാകെ വാതിൽ തുറക്കപ്പെടും. നീ നന്മയിലേക്ക് പ്രവേശിക്കപ്പെടാതെ നിന്റെ മുൻപിൽ അടച്ചുറപ്പിച്ചിരിക്കുന്ന വാതിൽ നിന്റെ വിശ്വാസത്തിന്റെ മുൻപിൽ നിനക്കായി തുറക്കപ്പെടും. ദൈവം നിന്നെ അത്ഭുതകരമായി ഈ മരുഭൂയാത്രയിൽ ജയകരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ദൈവത്തെക്കുറിച്ച്, നിന്റെ നടത്തിപ്പിനെക്കുറിച്ച് ശത്രു കേൾക്കുമ്പോൾ, അങ്ങ് ദൂരെ നീ പ്രവേശിക്കേണ്ടിയ നന്മയിലേക്ക് നീ കടക്കാതെ ശത്രു നിനക്കെതിരെ കെട്ടി ഉയർത്തിയ മതിൽ കണ്ട് നീ ഭാരപ്പെടേണ്ട. കാരണം ജയം നൽകുന്ന ദൈവം നിന്നോടുകൂടെയുണ്ട്. ദൈവം നിന്നോടൊപ്പമാണ്. സാത്താൻ നിനക്കെതിരെ എത്ര ശക്തിയുള്ള മതിൽ കെട്ടി വാതിലടച്ച് ഉറപ്പാക്കിയാലും അത് തകർക്കപ്പെടുവാനുള്ളതാണ്. പിശാച് കെട്ടി ഉയർത്തുന്ന ചില തടസ്സവാദ മതിലുകൾ പ്രിയരെ ചില വ്യക്തികൾക്കെതിരെയും ചില കുടുംബങ്ങൾക്കെതിരെയും നമ്മുടെ കൂട്ടായ്മയ്ക്ക് എതിരെയാണെങ്കിൽ പോലും ഉയർത്തിയേക്കാം. ദൈവിക പദ്ധതിയുമായി ആരും നിന്റെ അടുക്കലേക്ക് വരാനോ അല്ലെങ്കിൽ നിനക്ക് ദൈവപദ്ധതി പ്രകാരം അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാനോ ഒരുപക്ഷെ ശത്രു അനുവദിക്കാതെയും ഇരുന്നേക്കാം. അവൻ ഉയർത്തിയ തടസ്സങ്ങൾ കണ്ട് ഭയന്ന് നിൽക്കേണ്ട, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. ധൈര്യപ്പെടുക. നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ജയമുണ്ട്. നീ ജയം അനുഭവിക്കാൻ പോവുകയാണ്. നീ നന്മ അനുഭവിക്കാൻ പോവുകയാണ്.
ഒരു കാര്യം തിരിച്ചറിയുക, ശത്രുവിൻ്റെ ഉള്ളം ചില കേൾവി നിമിത്തം ഉരുകിയിരിക്കുന്നു. അവൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കാരണം വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള കേൾവിയാണത്. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുൻപിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി എന്ന് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രു നിന്നെ ചൊല്ലി നിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് അവൻ്റെ ഹൃദയം ഉരുകി കഴിയുമ്പോൾ നീ എന്തിന് നിരാശയിൽ കഴിയുന്നു വിശ്വാസി? നിന്റെ മുൻപിൽ എങ്ങനെ വഴി തുറക്കുമെന്ന്, എങ്ങനെ എനിക്ക് ആ വാതിൽ തുറക്കുമെന്ന് നീ സംശയിക്കണ്ട. ഈ മതിൽ എങ്ങനെ വീഴ്ത്തപ്പെടും, എനിക്കത് വീഴ്ത്തുവാനുള്ള കഴിവില്ല എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. ബുദ്ധിയുടെ പ്രമാണവും ചിന്തയും നീക്കിക്കളഞ്ഞിട്ട് വചനമെന്ന വാൾ കയ്യിലെടുത്ത് വിശ്വാസമെന്ന പരിചയം കയ്യിൽ പിടിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് കാൽച്ചുവടുകൾ മുൻപോട്ട് വയ്ക്കുക. അധൈര്യത്തെ ശാസിക്കുക. ജയം നീ അനുഭവിക്കാൻ പോകുന്നു, വിടുതൽ നീ അനുഭവിക്കാൻ പോകുന്നു. കൂടപ്പുറപ്പേ, യെരിഹോ മതിൽ വീഴ്ത്തപ്പെട്ടത് ആൾക്കൂട്ടത്തിൻ്റെ പെരുപ്പം കൊണ്ടൊന്നുമല്ല കേട്ടോ, ആയുധശേഷി കൊണ്ടുമല്ല. വിശ്വാസത്തിൻ്റെ കാൽവെപ്പിനാലാണ് പ്രതികൂലമായി നിന്ന ആ മതിൽ തകർന്നു വീഴ്ത്തപ്പെട്ടത്. നിന്റെ മുൻപിലുള്ള ഏത് തടസ്സവും കൂടപ്പുറപ്പേ വിശ്വാസത്താൽ തകർക്കപ്പെടുവാൻ ഇടയായിത്തീരും. നിനക്ക് അർഹതപ്പെട്ട വിടുതലും നന്മയും നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ വിശ്വാസത്താൽ തനിക്ക് മുൻപിലുള്ള യുദ്ധത്തെ ജയിക്കണം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ദൂതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ പാദപിടുത്തെങ്കിൽ താഴ്മയോടെ ഇരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനം വിടുവിക്കപ്പെടണം, ജനം അനുഗ്രഹിക്കപ്പെടണം. ശത്രുവിനല്ല ജയം, ശത്രു ലജ്ജിക്കപ്പെടും. ശത്രുവിൻ്റെ ഹൃദയം ഉരുകിപ്പോകത്തക്ക നിലവാരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് അവൻ കേൾക്കുവാൻ ഇടയാകാൻ പോകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ ഉണർത്തപ്പെടട്ടെ, സഭ വളർത്തപ്പെടട്ടെ. കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പ മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കൂടപ്പുറപ്പുകളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.